നൈജീരിയയിൽ, ലിബിയയിൽ തുടങ്ങിയ ഇസ്ലാമിക പാരമ്പര്യമുള്ള പ്രദേശങ്ങളിൽ അവിടെയൊക്കെ തന്നെയാണ് വലിയൊരു കവിത നമുക്ക് കാണാൻ പറ്റും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പറ്റിയുള്ള ആ ബന്ധങ്ങളുള്ള തലമുറകളിലേക്ക് വ്യാപിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ അത് ഇവിടെ അയ്യായക്കും അതൊരു നല്ല വെളിച്ചമായിട്ടും ഏറ്റവും നല്ലൊരു അടയാളപ്പെടുത്തലായിട്ടും ഇവിടെ നമ്മൾ സാധാ അറബിക് കോളേജുകൾ മാറിക്കഴിഞ്ഞിരിക്കുക. ഇതിനിടയ്ക്ക് നിരവധി പണ്ഡിതന്മാർ ഫൈസുമാരായിട്ടും അതുപോലെ തന്നെ വാക്കവി ബിരുദം നേടിയവരായിട്ടുമൊക്കെ സമൂഹത്തിന് അവരെ സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതിനെ ആസിയുടെ ബന്ധത്തെ പരിശ്വാസം എന്നും സുൽത്താൻ പറയും. ഏത് വിദ്യാലയവും വിശ്വാസിയുടെ ശുഭലക്ഷണമായിട്ട് അറിവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ, അറിവിനെ സഹായിക്കുന്നവർ, അറിവ് നേടുന്നവർ, അറിവിനെ സഹായിക്കുന്നവർ, അറിവുമായി ചേർന്ന് നിൽക്കുന്നവർ, എന്തിനേറെ അറിവിൽ നിന്ന് കേട്ടിരുന്നാൽ തന്നെ മതി. അത് തന്നെ വിശ്വാസിയുടെ ഏറ്റവും നല്ല ലക്ഷണമാണ്. അതൊന്നും ആകാത്തതാകരുത് എന്നാണ് വലാത്തക്കും ഹാമിസ എന്ന് പറഞ്ഞത്. ഇൽമായൊരു ബന്ധമില്ലാതെ ഇങ്ങനെ വെറുതെ തേരാപേരാ നടക്കുന്നവനെ അവനെ വിശ്വാസി നിർമ്മിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് തന്നെയാണ്. വിശ്വാസി ഇൽമുമായിട്ടുള്ളൊരു ബന്ധം, ആത്മീയമായിട്ടുള്ള ഇൽമുമായിട്ടുള്ള ബന്ധം, അതൊരു ആത്മീയമായിട്ടുള്ള ബന്ധമാണ്. അപ്പം ആ ഒരു ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് അയ്യായിലെ പ്രദേശവാസികൾ, ഈ മഹല്ലുവാസികൾ മഹനീയമായിട്ടുള്ള ഈ മൊബൈൽ സായത അറബിക് കോളേജിനെ സഹായിക്കാനും ഇതിൻ്റെ പൊൻതൂവലുകളെ സ്വീകരിക്കുവാനും തയ്യാറാണ്. കാരണം സമൂഹം ആരുമില്ലാതെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സമൂഹത്തിന് വഴികാട്ടികളെ ആവശ്യമാണ്. ഞാനിപ്പോൾ നേരത്തെ പരിപാടി തൂതയിൽ വേറെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ തിരുവിൽക്കാട് നമ്മളെ അരിക്കുസ്താദിൻ്റെ ഒക്കെ ആ പ്രദേശം അവിടെ എന്തായിരുന്നു, അവിടെ ഏറ്റവും നല്ല മുദരിസിനുള്ള അവാർഡ് കൊടുക്കുന്ന പരിപാടിയാണ്. സുന്നി യുവജന സംഘത്തിന് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് ഏറ്റവും നല്ല മുദരിസിന് എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അത് ശിഹാബ്ദങ്ങളുടെ പിന്നെ വിയോഗ ദിനത്തിലാണ് കൊടുക്കാറുള്ളത്. ഷാബാൻ മാസത്തിലാണല്ലോ അവിടുന്ന് നമ്മളോട് വിട പറയുന്നത്, ഷാബാൻ 9. അപ്പോൾ ആ വിയോഗം അതിനോടനുബന്ധിച്ച് പിന്നെ അവാർഡ് കൊടുക്കും ഏറ്റവും നല്ല മുദരിസ്.